السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونصلي على رسول الله وعلى آله وصحبه ومن والاه. أما بعد، فأعوذ بالله السميع العليم من الشيطان الرجيم. وأن المساجد لله فلا تدعوا مع الله أحدا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഏവർക്കും കനിഞ്ഞരുളിയ ഇസ്ലാം മതത്തിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണമേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിഷയം ഉസൂലു സലാസ, അതിൻ്റെ ഷറഹാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓതി കേൾപ്പിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് അസാനിയ നിങ്ങളുടെ അടുത്തുണ്ടല്ലോ. അസാനിയ അന്നല്ലാഹ ലാ യർദ. അത് നിങ്ങൾ വായിക്കാൻ അറിയണം, നിങ്ങൾക്ക് വായിക്കുകയും അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യണം. അന്നല്ലാഹ എന്ന രണ്ടാമത്തത് ഏതെന്നാൽ അല്ലാഹു ലാ യർദ, അള്ളാഹുവിന് ഒരിക്കലും തൃപ്തിയാവുകയില്ല, അള്ളാഹു തൃപ്തിപ്പെടുന്നതല്ല. അൻയുശ്റക മഅഹു അഹദുൻ, അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരാളെ പങ്ക് വെക്കുന്നത്, മറ്റൊരു ശക്തിയെ പങ്കുവെക്കുന്നത് അള്ളാഹു ഒരിക്കലും തൃപ്തിപ്പെടുന്നതല്ല. ഫി ഇബാദത്തിഹി, ഏത് കാര്യത്തിൽ? ഒന്നാമതായിട്ട് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യം അവൻ്റെ ഇബാദത്തിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കുന്നത് അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെട്ടതില്ല. അത് അഹദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകൂടി വ്യക്തമാക്കാണ്. ഈ അഹദ് പറഞ്ഞാൽ ആരാ? അല്ല, അഹദ് എന്നത് അത് ജനറൽ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള വാക്കാണ്. അതിൻ്റെ ഖാസാക്കലാണ് ലാ മലകുൻ മുഖറബുൻ. പൊതുവായ വാക്കിനെ പ്രത്യേകമായ വാക്കാക്കി മാറ്റുന്നത്. അത് മലക്കുൻ മുഖറബായാലും ശരി, പിന്നെ വലാ നബിയുൻ മുർസലുൻ, മുർസലായ ഒരു നബിയും അഹദിൽ വന്നാൽ പോലും, ഈ അഹദിൻ്റെ സ്ഥാനത്ത് മലക്കുൻ മുഖറബ് വന്നാലും, ഈ അഹദിൻ്റെ സ്ഥാനത്ത് നബിയുൻ മുർസൽ വന്നാലും അള്ളാഹു തൃപ്തിപ്പെടുന്നതില്ല. ചില ആൾക്കാർ ഈ വിഷയത്തിൽ അവരുദ്ദേശിക്കുന്നത് അള്ളാഹു ചില കാര്യങ്ങളൊക്കെ വിട്ടുവീഴ്ച ചെയ്യുമെന്നാണ്. അതായത് അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസന്മാരാണെങ്കിൽ, ശ്രദ്ധിക്കണ്ടോ നിങ്ങൾ? അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസന്മാരാണെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? ഇന്നോട്ടെ, ലെറ്റ് ഇറ്റ് ബി എന്ന് അള്ളാഹു വിട്ടേക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വേറെ സാധാരണക്കാരല്ലല്ലോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന നിലയ്ക്ക് ചില ആൾക്കാർ എന്ത് ചെയ്യും? അവരുടെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കും. അതുകൊണ്ട് പറഞ്ഞത് അള്ളാഹുവിന് അഹദും ഇഷ്ടമല്ല. അത് മലക്കുൻ മുഖറബായാലും ശരി, നബിയുൻ മുർസലായാലും ശരി. അതുകൊണ്ട് ഈ ഒരു കാരണമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരരുത്. മലക്കുൻ മുഖറബാണല്ലോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ഇബാദത്തിൽ പങ്കുചേർക്കുന്നത്, അല്ലെങ്കിൽ നബിയും മുർസലാണല്ലോ നമ്മൾ പങ്കെടുക്കുന്നത്, ഇബ്രാഹിം നബിയെ പോലെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യണം? ഇളവുണ്ട് എന്നാണ്. ഒരു ഇളവുമില്ല. കാരണം അതിനുള്ള തെളിവ് കൊടുത്ത എന്താണ്? വദ്ദലീലു ഖൗലുഹു തആല. നിങ്ങൾക്ക് വായിച്ച് അർത്ഥം വെക്കാൻ കഴിയില്ലോ? വദ്ദലീലു ഖൗലുഹു തആല, ഇതിനുള്ള തെളിവ് എന്താണ്? അള്ളാഹുവിൻ്റെ ഈ ഒരു കലാമാണ്. എന്താണത്? വഅന്നൽ മസാജിദ ലില്ലാഹ്, എന്തെന്നാൽ, വഅന്ന എന്ന് പറയുമ്പോൾ എന്തെന്നാൽ, അൽ മസാജിദ ലില്ലാഹ്, മസ്ജിദുകളെല്ലാം അള്ളാഹുവിനുള്ളതാണ്. മസ്ജിദുകൾ അത് അള്ളാഹുവിനുള്ളതാണ്, ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് മസ്ജിദുകൾ അള്ളാഹുവിൻ്റെതായതുകൊണ്ട് ഫലാ തദ്ഉ, നിങ്ങൾ ഒരിക്കലും ദുആ ചെയ്യരുത്.
അള്ളാഹി അള്ളാഹുവിൻ്റെ കൂടെ ദുആ ചെയ്യരുത്. അഹദ. അപ്പൊ അഹദുൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ അഹദ ജാഗയിൽ അതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ വെക്ക് എന്ത്? ഫലാ തദു മഅ അല്ലാഹി മലക്കൻ മുഖറബൻ. ഫലാ തദു മഅ അല്ലാഹി അതിൻ്റെ തഫ്സീറായിട്ട്, ആയത്തല്ല. ഫലാ തദു മഅ അല്ലാഹി നബിയൻ മുർസലൻ എന്ന നിലക്ക് വെച്ച് നോക്കിയാൽ പെർഫെക്റ്റായി അതിൻ്റെ തർജുമ അല്ലെങ്കിൽ അതിൻ്റെ തഫ്സീർ അല്ലേ, മാനി അൽ ഖുർആൻ. അപ്പോൾ നമ്മൾ ഈ വിഷയത്തിലേക്ക് വരാം. നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു എന്ത്? ഇൻ തക്ഫുറു, സൂറത്തു സുമറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇതായത് അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ, അതിന് തെളിവെടുന്ന കൊടുത്തത് സൂറത്തു, നിങ്ങളുണ്ടോ അവിടെ? സൂറത്ത് ജിന്നിലെ, നിങ്ങൾ പ്രതികരിക്കണം കേട്ടോ. ആ നിങ്ങളുടെ പുസ്തകത്തിലുണ്ടേ, നിങ്ങൾ ഇല്ലാത്തെന്നാ ചോദിക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ ഇവിടെ നോക്കിയിട്ട് പറയാണ്. അല്ല, അതിലില്ലാത്തത് നിങ്ങളോട് ചോദിക്കൂല, അതിലുള്ളത് മാത്രമേ ചോദിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യാം. ആ എനിക്ക് ഭാഷ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഷാരിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇതേത് ഭാഷയാണ്? അള്ളാഹിൻ്റെ കലാമിൻ്റെ ഭാഷയാണ്. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലായി? അതിന് തെളിവെന്താ കൊടുത്തത്? സൂറത്തു ജിന്നിലെ ആയത്താണല്ലോ. ഇപ്പോൾ ഞാൻ പറയുന്നത് അത് നിങ്ങളതിലില്ല. അള്ളാഹുവിന് തൃപ്തിയല്ല എന്ന് പറയാൻ, അള്ളാഹുവിന് തൃപ്തിയില്ല എന്ന് പറയാനുള്ള തെളിവായിട്ട് സൂറത്തു സുമറിലെ 7-ാമത്തെ ആയത്ത്. ഇൻ തക്ഫുറു, നിങ്ങളെങ്ങാനും കുഫർ കാണിക്കുകയാണെങ്കിൽ, നിങ്ങളെങ്ങാനും കുഫർ ചെയ്യുകയാണെങ്കിൽ, അതായത് സത്യനിഷേധം ചെയ്യുകയാണെങ്കിൽ, അവിശ്വാസം പ്രകടിപ്പിക്കുകയാണെങ്കിലോ, ഫഇന്നല്ലാഹ ഗനിയുൻ അൻകും, അള്ളാഹുവിന് നിങ്ങളുടെ ഒരാവശ്യമില്ല. അള്ളാഹു ഗനിയാണ്. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളിൽ നിന്ന് അള്ളാഹു നിരപേക്ഷനാണ്, അല്ലെങ്കിൽ നിരാശ്രയനാണ്. നിങ്ങളെ ആവശ്യമില്ലാത്തവനാണ് അള്ളാഹു. മനസ്സിലാണ്ടോ? എപ്പോ ജനങ്ങൾ വിചാരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവെ പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താൽ അള്ളാഹുവിന് എന്തോന്ന് കൂടിപ്പോകുന്നുണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ എന്തെങ്കിലും വർധനവുണ്ടാവും എന്ന് തോന്നരുത്. നിങ്ങൾ നിഷേധിച്ചാൽ തന്നെ അള്ളാഹുവിന് ആവശ്യമില്ല നിങ്ങളെ. പിന്നെ വലാ യർദ ലി ഇബാദിഹി അൽ കുഫർ, ഇതിൻ്റെ അർത്ഥം പറയാൻ പറ്റുമോ? വലാ യർദ ലി ഇബാദിഹി അൽ കുഫർ, നേരത്തെ പറഞ്ഞില്ലേ അസാനിയ എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞു? അള്ളാഹു ഒരിക്കലും ലാ യർദ, തൃപ്തിപ്പെടുന്നില്ല. അതേപോലെ വാക്കാണിത്, വലാ യർദ ലി ഇബാദിഹി അൽ കുഫർ. എന്താ അർത്ഥം? പറയൂ മനുഷ്യന്മാരെ. അതായത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അടിമമാർ കുഫർ ചെയ്യുക, അവിശ്വസിക്കുക എന്നത് അള്ളാഹുവിന് എന്തല്ല, ഒരിക്കലും തൃപ്തിപ്പെടുന്ന കാര്യമല്ല. അതിനെതിരായി, നന്ദികേട് അവിശ്വാസത്തിനെതിരായി കൊണ്ട് വൈൻ തഷ്കുറു, നിങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിലോ, യർദഹു ലക്കും, ആ ശുക്ർ, ആ നന്ദിയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് വേണ്ടി. ഏതാണ്? സൂറത്തു സുമറിലെ 7-ാമത്തെ ആയത്ത്. അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, സൂറത്തു തൗബയിലെ 9-ാമത്തെ ആയത്ത്, ഫഇൻ തർദൗ അൻഹും, നിങ്ങൾ അവരുടെ വിഷയത്തിൽ, അവിശ്വാസികളുടെ വിഷയത്തിൽ തൃപ്തിപ്പെടുകയാണെങ്കിലോ, സഹോദരങ്ങളെ, നിങ്ങൾ അവിശ്വാസികളുടെ കാര്യത്തിൽ തൃപ്തിപ്പെടുകയാണെങ്കിലോ, വിശ്വാസികളുടെ പറയാം, അവരുടെ വിഷയത്തിൽ നിങ്ങൾ തൃപ്തിപ്പെടാൻ പാടില്ല. അഥവാ നിങ്ങൾ എന്ത് ചെയ്തു, അവരുടെ കാര്യത്തിൽ തൃപ്തിപ്പെട്ടാൽ ഫഇന്നല്ലാഹ ലാ യർദാ അനിൽ ഖൗമിൽ ഫാസിഖീൻ, അള്ളാഹു ഒരിക്കലും ഫാസികൾ, തെമ്മാടികളെ കാര്യത്തിൽ ഒരു തൃപ്തിയും അള്ളാഹു പ്രകടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അള്ളാഹുവിന് തൃപ്തി ആവുകയില്ല. പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ പേര് മാറ്റി ഫാസിഖീൻ എന്ന് പറഞ്ഞു. മുഅ്മിനീങ്ങളോടാണ് അഭിസംബോധന ചെയ്തിട്ട് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ അവരുടെ കാര്യത്തിൽ തൃപ്തിപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിന് ഫാസിഖീങ്ങളുടെ കാര്യത്തിൽ തൃപ്തിയില്ല എന്നാണ്. ഈ ഫാസിഖീങ്ങൾ ആരാ?
ആ കൂട്ടർ ഏതായാലും ഉണ്ട്, അവിശ്വാസികൾ ഏതായാലും ഫാസിഖ്യങ്ങളാണ്. എന്നാൽ അവരുടെ കാര്യത്തിൽ തൃപ്തിപ്പെട്ടവരാണെങ്കിലോ അവരും ഫാസിഖ്യങ്ങളാവും. അവർ ചെയ്ത തെറ്റെന്താണ്? അല്ല, ഈ വിശ്വാസികൾ ചെയ്ത തെറ്റെന്നാണ്, അവിശ്വാസികളുടെ കാര്യത്തിൽ തൃപ്തിപ്പെട്ടു. വല എന്നൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടില്ലേ? ആ കൂട്ടത്തിലാണ്. അവിശ്വാസികളുടെ മതം, ആ മതത്തെ പറ്റി എനിക്ക് തൃപ്തിയാണെന്ന് പറഞ്ഞാലോ എനിക്കതിലൊന്നും പ്രശ്നമൊന്നും കാണുന്നില്ല. ഈ പറഞ്ഞ ആള് ഇയാൾ കുഫൂറിലേക്ക് എത്തും, പിന്നെ ഫുസൂഖിലേക്ക് എത്തും. ഫിസ്കും ഫുസൂഖ് അതിലേക്ക് എത്തും, തെമ്മാടിത്തത്തിലേക്ക് എത്തും. അതായത് സൂറത്തു തൗബയിലെ 9-ാമത്തെ ആയത്ത്. അപ്പോ എന്ത് മനസ്സിലാക്കാൻ പറ്റും? അള്ളാഹു ഒരിക്കലും കുഫർ, ഷിർക്ക് ഇതിനൊന്നും തൃപ്തിപ്പെടുന്നതല്ല, ആര് ചെയ്താലും. അതുകൊണ്ടാണ് 18ഓളം പ്രവാചകന്മാരെ പേരെടുത്തുകൊണ്ടാണ് സൂറത്തുൽ അൻആമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു, വലൗ അഷ്റകൂ പറയ്, അർത്ഥം അറിയില്ലേ? അവരെങ്ങാനും ഷിർക്ക് ചെയ്യുകയാണെങ്കിൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ എന്തൊക്കെ പ്രവർത്തിച്ചിരുന്നോ അതെല്ലാം തരിപ്പണമാകുന്നതാണ്, തകർന്ന് തരിപ്പണമാകും. അതായത് അമ്പ്യാക്കന്മാരുടെ, മുർസലിങ്ങളുടെ പേരെടുത്തുകൊണ്ട് എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? മഹാൻ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ്. ഒരിക്കൽ നമ്മുടെ എ പി അല്ല, ഉമർ മൗലവി റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ആള് മഹാനാണ്, പക്ഷേ ഇപ്പൊ പറഞ്ഞതുണ്ടല്ലോ മഹാബദ്ധമാണെന്ന് എന്നുപോലെ. ആള് മഹാനായതുകൊണ്ട് അബദ്ധമല്ല ആവുന്നില്ല. അതുപോലെ തന്നെ അമ്പ്യ മുർസലിങ്ങളുടെ പേരായതുകൊണ്ട് അവർ എങ്ങാനും ശിർക്ക് ചെയ്താൽ അവരുടെ അമലുകളെ അള്ളാഹു പരിഗണിക്കോ? ഇല്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരു നിലക്കും പരിഗണിക്കാൻ പറ്റൂല. പരിഗണിക്കണമെങ്കിൽ ആരത് പരിഗണിക്കേണ്ടിയിരുന്നു? അമ്പ്യ മുർസലിങ്ങളുടെ. ഏതായാലും കാര്യം ക്ലിയർ അല്ലേ? ഇനിയിപ്പോ നോക്ക്, അള്ളാഹു ഇഷ്ടമല്ല, അതുകൊണ്ട് ഈ ഷിർക്ക് കുഫർ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അമ്പ്യ മുർസലിങ്ങൾ അയച്ചു. എന്നിട്ട് ഈ കുഫർ ഷിർക്കുള്ളവരെ എതിരിൽ യുദ്ധം ചെയ്യാൻ തന്നെ അള്ളാഹു പറഞ്ഞു, അവരെ കൽപ്പിച്ചു. എന്ത്? പോയി യുദ്ധം ചെയ്യൂ. എന്തിൻ്റെ കാര്യത്തിൽ? എന്തിനെതിരിൽ? ഷിർക്കും കുഫറിനെതിരിൽ, അതിൻ്റെ വക്താക്കളോട്. വഖാതിലൂഹും, അവരോട് യുദ്ധം ചെയ്യൂ. സൂറത്തുൽ അൻഫാലിലെ ആയത്താണ്, 39-ാമത്തെ ആയത്ത്. വഖാതിലൂഹും, പറയും, നിങ്ങൾ എന്ത് ചെയ്യണം? അവരോട് യുദ്ധം ചെയ്യണം. ഹത്താ, ഏതുവരെക്കും? ഹത്താ ലാ തകൂന ഫിത്ന, ആ ഷിർക്ക് എന്ന ഫിത്ന ഉണ്ടല്ലോ, ഷിർക്ക് എന്ന ഫിത്ന ഇല്ലാതാകുന്നത് വരേക്കും നിങ്ങൾ എന്ത് ചെയ്യാ? അവരോട് യുദ്ധം ചെയ്യുക. എന്നിട്ട് എന്താകണം? ഹത്താ യകൂന ദീനു കുല്ലുഹു ലില്ലാഹ്, അനുസരണം, സമർപ്പണം, അതുപോലെ തന്നെ ദീന്, മതം അള്ളാഹുവിൻ്റെത് മാത്രമാകുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യാം? അവരോട് യുദ്ധം ചെയ്യാം. അപ്പൊ അള്ളാഹുവിന് ഇത്ര ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിനല്ലേ അള്ളാഹു ഇങ്ങനെ കൽപ്പിക്കുന്നത്? ഇഷ്ടമില്ലാത്ത കാര്യം ഉള്ളതിനെ കൊണ്ടല്ലേ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യാൻ പറയാ. അല്ലാതെ എനിക്കിഷ്ടമാണ്, നിങ്ങൾ അവരോട് പോയിട്ട് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ. അതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന് മനസ്സിലായി. അപ്പോ അള്ളാഹു ഇഷ്ടമില്ലാത്തതിനെ ഇഷ്ടപ്പെടാതിരിക്കുക മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ വാജിബാണ്. അള്ളാഹു ഇഷ്ടമില്ലാത്തത് നിങ്ങൾക്ക് ശിർക്ക് കണ്ടാൽ അത് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തല്ല? വിശ്വാസിയല്ല. വാജിബായ കാര്യമാണ് നിങ്ങൾ ഒഴിവാക്കിയത്. ഏത്? ഒരു ഷിർക്കിനെ കാണുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്, അതുകൊണ്ട് എനിക്കിഷ്ടമല്ല എന്ന നിലയ്ക്ക് ഒരു തീരുമാനം എടുക്കുക എന്നത് ചില്ലറ കാര്യമൊന്നുമല്ല മനുഷ്യന്മാരെ. അതെന്താണ്? നിങ്ങളുടെ ഈമാനിന്റെ അലാമത്താണത്. ക്ലിയർ അല്ലേ? അള്ളാഹു ഇഷ്ടപ്പെടാത്തത്, അള്ളാഹുവിന് കോപമുണ്ടാക്കുന്നത്, അത് നമുക്കും കോപമുണ്ടാക്കുന്നത്, അത് അള്ളാഹുവിനോടുള്ള ഈമാനിന്റെ അലാമത്താണ്. അലാമത്ത് പറഞ്ഞാൽ എന്താ? ലക്ഷണമാണ്, അതിൻ്റെ സൂചനയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ കുഫർ ഇഷ്ടമല്ല, ഷിർക്ക് ഇഷ്ടമല്ല. മൂമിനായ ഒരാൾക്ക് അതിനോട് ഇഷ്ടപ്പെടുന്നത് അവന് യോജിച്ചതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? ഷിർക്ക് എന്നത് വലിയ അപകടം പിടിച്ച കാര്യമാണ്. ഖതീർ ഖതർ ഖതർ ഖതീർ, ഇവിടുത്തെ ആൾക്കാർ പറയുന്നില്ലേ? ഖതീറുൻ ജിദ്ദൻ, വലിയ അപകടം പിടിച്ച കാര്യമാണ്. കാരണം അള്ളാഹു പറഞ്ഞത്
നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു സൂറത്ത് നിസാലായത്ത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു, ആ ഇന്നല്ലാഹ ലാ യഗ്ഫിറു, അള്ളാഹു എന്ത് ചെയ്യുന്നില്ല, മഗ്ഫിറത്ത് കൊടുക്കൂല, അൻ യുശ്റക ബിഹി, അള്ളാഹുവിൻ്റെ കൂടെ ഷിർക്ക് ചെയ്യുന്നതിന് ഞാൻ ചിലപ്പോൾ പദങ്ങൾ അറബിയിൽ എന്നേ പറയും, കാരണം നിങ്ങൾ അതങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കുക. ഇന്നല്ലാഹ ലാ യഗ്ഫിറു എന്ന് പറയുമ്പോൾ അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കൂല എന്ന് നിങ്ങൾ പറയണം. ക്ഷമിക്കുക കേട്ടില്ലേ നിങ്ങൾ എത്ര കാലം? ഇനി ഒന്ന് ഇങ്ങനെ പറഞ്ഞു നോക്ക്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു, അള്ളാഹു ഒരിക്കലും മഗ്ഫിറത്ത് കൊടുക്കൂല, അൻ യുശ്റക ബിഹി, ഏത് കാര്യത്തിന്? അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യുന്നതിന്, അത് പങ്കു ചേർക്കുന്ന ഒഴിവാക്ക്, ഷിർക്ക് ചെയ്യുന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും പുറത്തു കൊടുക്കുന്നില്ല. അവന്റെ കൂടെ, ബിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ കൂടെ, വയഗ്ഫിറു, മഗ്ഫിറത്ത് കൊടുക്കും, മാ ദൂന ദാലിക, അതല്ലാത്ത താഴെയുള്ള പാപങ്ങൾക്ക്. അപ്പൊ ചില ആൾക്കാർ പറയും, നമ്മളോട് എപ്പോഴും കേൾക്കേണ്ടി വരുന്ന ഒരു വാക്ക്, ഷിർക്ക് ചെയ്യുന്നില്ല ഞങ്ങൾ, അത് മതി, ഞങ്ങൾ ഷിർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് വേറെ കാര്യങ്ങളൊക്കെ പറയാൻ പറയരുത്. നമ്മുടെ വീട്ടില് കുറേ എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിക്കുന്നത്, നമ്മുടെ ഇതില് കച്ചവടത്തിൽ എന്തൊക്കെയാണ് തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നത്, ബിസിനസ്സിൻ്റെ കാര്യത്തിലാട്ടെ, അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഒരുപാട് കല്യാണ ചടങ്ങുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോ ദീന് പറയാൻ പോരുത്, ഇത് ശരിയല്ല എന്ന് പറയാൻ പോരുത്. കാരണം അറിയാം, ഞങ്ങളെ അള്ളാഹു പുറത്തു തരും, ഷിർക്ക് ചെയ്യുന്നില്ല, ഇതൊക്കെ അള്ളാഹു എന്ത് ചെയ്യും, പുറത്തു തരുന്ന കാര്യമാണ്, അതുകൊണ്ട് ഞങ്ങളോട് ഇത് പറയാൻ പറയരുത് കേട്ടോ. എന്നിട്ട് അള്ളാഹു ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്, അത് പറയല. ഏതത്? വയഗ്ഫിറു മാ ദൂന ദാലിക, എന്നതിന് ശേഷം അള്ളാഹു ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്, ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, ഒരു ഷർത്ത്, ഒരു നിബന്ധന. ആ നിബന്ധന പറഞ്ഞാൽ ഇവൻ പോയി. ലിമൻ യശാഇല്, അള്ളാഹു ഉദ്ദേശിക്കുന്നത്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു എന്ത് ചെയ്യില്ല, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ചിലപ്പോൾ പുറത്തു കൊടുത്തേക്കും. ഈ അവൻ ഉദ്ദേശിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ പെടുവോ എന്ന് പറയും. നീ പറഞ്ഞതൊക്കെ ശരിയാണ്, അള്ളാഹു ശിർക്ക് ചെയ്യാത്തവർക്ക് അല്ലാത്ത പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന്. എങ്ങനെ ശിർക്കല്ലാത്ത പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പൊതുവെ എല്ലാവർക്കും ബാധകം എന്നല്ല. ലിമൻ യശാ എന്നതുണ്ടല്ലോ, അത് പ്രത്യേകമാക്കി ഈ ലിമൻ യശാ എന്നതിൽ ഞാനും നിങ്ങൾ പെടും എന്ന് ഉറപ്പ് തരുന്ന ഏതെങ്കിലും ഒരു ആയത്ത് പറയും. അപ്പോഴെങ്കിലും നമുക്ക് പറയാം, ശിർക്ക് ചെയ്യുന്നില്ലല്ലോ, ഞാൻ പാപങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ, അത് അള്ളാഹു പുറത്തു തരും. നോ, അതിനും അള്ളാഹു സുബ്ഹാനഹു വ തആല ലിമൻ യശാ എന്ന ക്ലോസ് വെച്ചത് കൊണ്ട് ഭയപ്പെടണം കൂട്ടരെ. എൻ്റെ ഈ സംസാരം കേൾക്കുന്ന ഒരാണെങ്കിലും അങ്ങനെ ചിന്തിച്ച് ഷൈത്താൻ എന്ത് ചെയ്യിക്കുന്നു, എല്ലാ പാപങ്ങളും ചെയ്യിക്കുന്നു, എല്ലാ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. പ്രശ്നമല്ല, ശിർക്ക് ചെയ്യുന്നില്ലല്ലോ നീ എന്ന നിലയ്ക്ക്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, നിങ്ങൾക്ക് അറിയുന്ന മറ്റൊരു ആയത്ത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നാവിലൂടെ അള്ളാഹു പറയിപ്പിച്ചു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നാവിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിന്റെ പടയാളിയാണ്. അദ്ദേഹം തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ചു, അദ്ദേഹത്തെ തന്നെ എന്താക്കി, മഅബൂദാക്കി. വലിയ ചരിത്രത്തിൽ സംഭവിച്ച വലിയ പ്രഹസനാണ്, ഒരു വൈരുദ്ധ്യമാണിത്. മനസ്സിലാണ്ടോ? അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എന്ത് ചെയ്യും, ഇവര് എൻ്റെ മകനാക്കി മാറ്റും, ഇല്ലെങ്കിൽ മഅബൂദാക്കി മാറ്റും, അള്ളാഹുവിൽ പങ്കു ചേർക്കും എന്നത് അള്ളാഹു അറിയുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാവിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയിപ്പിച്ചു. എന്താണ്? ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്. കാരണം എന്തെന്നാൽ അള്ളാഹുവിൻ്റെ കൂടെ ആരെങ്കിലും ശിർക്ക് ചെയ്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അറിയാലോ എന്താണ് അതിൻ്റെ പ്രതിഫലം? അതിൻ്റെ പ്രതിഫലനം എന്താണ്? അവന് സ്വർഗം ഹറാമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ നാവിലൂടെ പറയിപ്പിച്ചു. എന്നിട്ട് സ്വർഗം ഹറാമാണെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുക? അവന് സങ്കേതം എവിടെ? അവൻ എത്തിപ്പെടുന്നത് എവിടെ? നരകത്തിലാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഈ അക്രമികൾക്ക്, ഇങ്ങനെയുള്ള അക്രമികൾക്ക് ആരുമില്ല, അൻസാറുകളില്ല എന്ന് പറഞ്ഞാൽ ഒരു സഹായികളുമില്ല എന്ന നിലയ്ക്ക് സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ ആയത്ത്.
അബ്ദുല്ലാഹ റബ്ബി വറബ്ബക്കും എന്ന് അദ്ദേഹം ആദ്യം എന്ത് പറഞ്ഞു? എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ആര്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം എന്താ പറഞ്ഞത്? നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു. ചില ആൾക്ക് നമ്മൾ പറയില്ലേ, ഇത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, എന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് പറയും. അത് ഇസ്ലാമികമായിട്ട് തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യരുത് 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 എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കരുത്, എന്ത് ചെയ്യണമെന്ന് കൂടി പഠിപ്പിക്കണം. അതാണ് അദ്ദേഹം പറഞ്ഞത്, അഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കണം, അവനാണ് എൻ്റെ രക്ഷിതാവ്, റബ്ബ് അവനാണ് നിങ്ങളുടെ രക്ഷിതാവ്. കാരണം ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹിന് ശേഷം പറയുന്നത്, അള്ളാഹിലൂടെ ആരെങ്കിലും പങ്കു ചേർത്താൽ അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നിഷിദ്ധമാക്കും, അവൻ്റെ സങ്കേതം എന്താക്കും? നരകമാക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സഹായം വെക്കില്ല. എന്നിട്ട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ വിശദീകരണമായിട്ട് ഒരു ഹദീസ് പറയുന്നുണ്ട്, മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ഷൈഅൻ, വല്ലവനും അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ, ആ അള്ളാഹുവിനെ കണ്ടുമുട്ടു, എപ്പോ? ഖിയാമത്ത് നാളിൽ. ലാ യുശ്രികു ബിഹി ഷൈഅൻ, അവന്റെ അവസ്ഥ എന്താണപ്പോ? ആ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ അള്ളാഹുവിൽ ഒരാളെയും ഒരു വസ്തുവിനെയും പങ്കു ചേർക്കാത്ത അവസ്ഥയിലാണ് അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ ദഖലൽ ജന്ന, അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് പറയും സ്വർഗത്തിലേക്ക് പോകാൻ, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. വമൻ ലഖിയഹു, അവൻ ഒരുത്തൻ എന്ത് ചെയ്തു? അള്ളാഹുവിനെ കണ്ടുമുട്ടി, യുശ്രികു ബിഹി ഷൈഅൻ, അള്ളാഹുവിൽ പങ്കു ചേർത്ത അവസ്ഥയിലാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടിയത്, അതായത് മരണപ്പെട്ടത്. അവിടെയാണ് ഇത് പറഞ്ഞത്, അവസാന വാക്ക് ഒരുത്തന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ, ഇത് അതിന്റെ വിശദീകരണം കേട്ടോ. ഒരുത്തന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? സ്വർഗ്ഗം കൊടുക്കുന്നല്ലേ, അതിന്റെ വിശദീകരണമാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ അവന്റെ അവസാന വാക്ക്, അല്ലെങ്കിൽ അവസാന സ്റ്റേറ്റസ്, അവന്റെ പൊസിഷൻ, അവന്റെ നിലപാട്, അവന്റെ അവസ്ഥ, അവൻ കണ്ടുമുട്ടുമ്പോൾ അവിടെ, ഇവിടെ ഈ വാക്കിൽ എന്തില്ല? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിക്കുന്ന വിഷയം പറയുന്നില്ല. ഇത് രണ്ടും വൈരുദ്ധ്യമാകും അങ്ങനെയാണെങ്കിൽ. എന്ത്? അയാള് പറയുമ്പോൾ ഞാൻ കണ്ടു, ഞാൻ ഉണ്ടായിരുന്നു അവിടെ. ഒരാൾ പറയാണ്, ഞങ്ങളെ ഉസ്താദ് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്, എന്നിട്ട് അള്ളാഹു റസൂൽ പറഞ്ഞില്ലേ ദഖലൽ ജന്ന, പിന്നെ എൻ്റെ ഉസ്താദിന് സ്വർഗം കിട്ടാതെ ഏത് വഹാബിക്കടാ സ്വർഗം കിട്ടുന്നത് എന്ന നിലയ്ക്ക് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയാണ് മൻ ലഖിയ, അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നത് മരണമാണ്. മരണം വരിക്കുന്ന അവസ്ഥയിൽ, മരണം കൈവരിക്കുന്ന അവസ്ഥയിൽ അവൻ ഉണ്ടാകേണ്ടത് എന്തായിരുന്നു? ലാ യുശ്രികു ബിഹി ഷൈഅൻ ആയിരുന്നു, ആ സ്റ്റേറ്റസ് വേണ്ടിയിരുന്നു. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുക എന്നതിൻ്റെ അർത്ഥം. അല്ലാതെ ചില വിശ്വാസികൾക്ക് ചിലപ്പോ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ പോലും സമയം കിട്ടാതെ മരിച്ചിട്ടുണ്ടാവും. മനസ്സിലാണ്ടോ? സഹാബാക്കൾ പോലും അവരിങ്ങനെ തലയിൽ കല്ല് വീണ് മരിച്ചവരുണ്ടാവും സഹാബാക്കളുടെ കൂട്ടത്തിൽ. അതുപോലെ തന്നെ പല കാരണങ്ങളും പെട്ടെന്ന്, അല്ലെങ്കിൽ അപകടത്തിൽ മരണപ്പെടുന്ന അവസ്ഥയുണ്ടാകാം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ മരിച്ചു, അതുകൊണ്ട് അയാൾ നരകത്തിലാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അയാളുടെ മരണത്തിന്റെ സമയത്ത് അയാൾ ഏതൊരവസ്ഥയാണ്, ഇതാണ് കൃത്യമായി ആ ഹദീസിനെ വിശദീകരിക്കുന്ന, ഇത് ബുഖാരിയിലുള്ള ഹദീസാണ്. ഒമൻ ലഖിയഹു, എന്നിട്ട് അയാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ശിർക്ക് ചെയ്ത അവസ്ഥയിലാണെങ്കിൽ അയാൾ 1000 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിർഔന്റെ കാര്യത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, ആമൻതു ബി റബ്ബി ഹാറൂന വ മൂസ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ മരിച്ചു പോകുന്ന ഉസ്താദ് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എങ്ങനെ? ഞാൻ ചെയ്തത് തെറ്റായി, ഞാൻ ഇതുവരെ പഠിപ്പിച്ചതൊക്കെ തെറ്റായി എന്ന നിലയ്ക്ക് ഇയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണോ? സഹോദരങ്ങൾ, നിങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ. ഇയാൾ മരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു, അള്ളാഹു മാത്രമേ ഉള്ളൂ ഇബാദത്തിന് അർഹനായത്, ദുആ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്, എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ് ചൊല്ലിയതെങ്കിൽ നമുക്ക് പറയായിരുന്നു. പക്ഷെ ഇയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എന്താണ് ചൊല്ലിയത്? അയാളുടെ ആ ആശയത്തെ തെറ്റായി എന്ന് പറഞ്ഞിട്ടല്ല, ആ ആശയത്തെ തിരുത്തിയിട്ടല്ല. എന്നാൽ ഫിർഔന്റെ കാര്യത്തിലോ, സുബ്ഹാന റബ്ബി, ഫിർഔന്റെ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നത് ഇവിടെ? അവൻ അതുവരെക്കും ഹാറൂന്റെയും മൂസാ നബിയുടെയും രണ്ടുപേർ അലൈഹിമുസ്സലാം രണ്ടുപേരുടെയും റബ്ബിനെ നിഷേധിച്ചവനാണ്. അവൻ തിരുത്തി. അത് ഒരു താൽക്കാലികമാണെങ്കിലും ശരി, അള്ളാഹുവിനെ മാത്രമേ അറിയുള്ളൂ.
അള്ളാഹു അത് എടുത്തു പറയാനുള്ള കാരണം എന്താണ്? ഈ വിഷയം എടുത്ത് പറയാനുള്ള കാരണം എന്താണ്? ഇങ്ങനെ സംഭവിച്ചാൽ പോലും അവസാന നിമിഷം സ്വീകരിക്കപ്പെടുകയില്ല എന്ന്. ആമൻതു, എത്ര വലിയ തൗഹീദാണോ പറഞ്ഞത്? ആമൻതു ബിറബ്ബി ഹാറൂന വ മൂസ. അതുപോലെ തന്നെ എന്നിട്ട് അത് വേറൊരു ആയത്തിൽ വിശദീകരണം പറയുന്നുണ്ട്. എങ്ങനെ? ആമൻതു എന്തിന് ആമന ബിഹി ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ച റബ്ബ് ആരാരോ? ബനു ഇസ്രായേൽ മക്കൾ ഏതൊരു റബ്ബിനെയാണ് വിശ്വസിച്ചത്, അതേ റബ്ബിനാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ എന്താക്കിയില്ല? അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചില്ല. അള്ളാഹു അതിനെ എന്താക്കി? പാട് നിരസിക്കുകയും അതിനെ തള്ളിക്കളയുകയും ചെയ്ത് അവനെ നരകത്തിലാക്കുകയും ചെയ്തു. ഇല്ലേ? റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് എത്തേണ്ട സമയമായിരുന്നു എന്നാണ് അവിടെ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ എന്താ സംഭവിക്കുക അറിയോ? റബ്ബ് സുബ്ഹാനഹു വ തആല പറയണേ, അള്ളാഹു മലക്കുകൾക്ക് കൽപ്പിക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ. അവർക്കത് എതിർ പ്രവർത്തിക്കാൻ കഴിയില്ല. അതാണല്ലോ വിശ്വാസം. ഫിർഔൻ ആമന്തു ബിറബ്ബി ഹാറൂന മൂസ എന്ന് ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് തോന്നി പോലും അള്ളാഹുവിന്റെ റഹ്മത്ത് എങ്ങാനും വന്നാൽ ഈ പയ്യൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നേരെ കടലിന്റെ ആഴത്തിലേക്ക് പോയി അവിടെ നിന്നുള്ള ചെളിയും വാരി അവന്റെ വായിലേക്ക് തള്ളി അവൻ ശ്വാസം മുട്ടി മരിച്ചു എന്നാണ്. റബ്ബിന്റെ റഹ്മത്ത് വരാതിരിക്കാൻ അതവൻ തിരുത്തി. അവന് മനസ്സിലായി റബ്ബ് വേറെയാണ്, ഞാനല്ല റബ്ബ് എന്ന് അവൻ നേരത്തെ തന്നെ അറിയായിരുന്നു. പക്ഷെ ഒന്നുകൂടി ഉറപ്പായത് അവന്റെ മരണസമയത്താണ്. ആ സമയത്ത് അവൻ എന്ത് ചെയ്തു? തിരുത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പന തന്നെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നടപ്പിലായത്. അത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. ഏതായാലും വിഷയത്തിലേക്ക് വരും. എന്താണ് മരണസമയത്ത് ഏതവസ്ഥയിലാകണം എന്നതാണ്. അല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത് കൊണ്ട് എന്തായി നമ്മള് രക്ഷപ്പെടാൻ പോകുന്നില്ല. അവസ്ഥ ശരിയാക്കണം. ഇനി നമ്മൾ പറഞ്ഞല്ലോ, ഒരിക്കലും ഈ മൂന്നാമത്തെ മസ്അല നോക്കി നിങ്ങൾ, അസാലിസത്തു നിങ്ങളുടെ പുസ്തകത്തിലുണ്ടല്ലോ, ഉണ്ടോ? എന്താണ് അസാലിസത്തു? മൂന്നാമതായിട്ട് പറയാനുള്ളത് അന്ന എന്തെന്നാൽ മൻ അതാഅ റസൂല, ആരെങ്കിലും വല്ലവനും അള്ളാഹുവിന്റെ റസൂലിനെ ഇതാഅത്ത് ചെയ്താൽ വവഹദല്ലാഹ, അള്ളാഹുവിനെ ഇതാഅത്ത് ചെയ്യുക, അനുസരിക്കുക എന്നാണ്, ഇബാദത്ത് ചെയ്യുക എന്നാണ്. വവഹദല്ലാഹ, അള്ളാഹുവിന്റെ തൗഹീദ് ചെയ്തു, തൗഹീദിൽ പ്രവർത്തിച്ചു, അള്ളാഹുവിനെ ഏകനാക്കി. എന്നാൽ ലാ യജൂസു ലഹു, അവൻ എന്താകാൻ പാടില്ല? അവന് ജായിസല്ല, അനുവാദമില്ല, അനുവദനീയമല്ല അവന്റെ കാര്യത്തിൽ മുവാലാത്തു. മുവാലത്ത് പറഞ്ഞാല് അവരെ കൂട്ടുകെട്ടാക്കുക, കൂട്ടുകെട്ട്. മുവാലാത്ത് സ്നേഹം ഉണ്ടാക്കുക എന്നത്. മൻ ഹാദ്ദല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനോട് യുദ്ധം ചെയ്തവൻ, അള്ളാഹുവിനെ എതിർത്തവൻ, വ റസൂലഹു, അള്ളാഹിന്റെ റസൂലിന്റെ വിരോധിച്ചവൻ, അവരോട് മുവാലാത്ത് കാണിക്കുന്നത് ജായിസല്ല, അനുവദനീയമല്ല എന്ന്. വലൗ കാന, ആ വ്യക്തി ആരാണെങ്കിലും ശരി, അഖ്റബ ഖരീബിൻ, അവൻ ഏറ്റവും അടുത്തവനാണെങ്കിലും ശരി, കുടുംബത്തിൽ ഉള്ളവനാണെങ്കിലും ശരി, കുടുംബത്തിൽ ഏറ്റവും അടുത്തവനാണെങ്കിലും ശരി. അതിനുള്ള തെളിവ വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള തെളിവ് എന്താണ്? ലാ തജിദു ഖൗമൻ, ലാ തജിദു, നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ഖൗമൻ, ഒരു ഖൗമിനെ, ഒരു വിഭാഗക്കാരെ കാണാൻ കഴിയില്ല. ആ വിഭാഗക്കാരുടെ അവസ്ഥ എന്താണ്? യുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ അവർ വിശ്വസിക്കുന്നു, വൽ യൗമിൽ ആഖിർ, പരലോക അന്ത്യദിനത്തിൽ അവർ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള പരലോകത്തിലും അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വസിക്കുന്ന വിശ്വാസികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. യുവാദ്ദൂന, അവർ ഉദ് കാണിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക എന്നത് കാണാൻ കഴിയില്ല. മൻ ഹാദ്ദല്ലാഹ വ റസൂലഹു, ആരോടാണ് സ്നേഹം പ്രകടിപ്പിച്ചത്? ഉദ് പറഞ്ഞ മനസ്സിലായത്? ഉദ് പറഞ്ഞാൽ സ്നേഹം പ്രകടിപ്പിക്കുക.
അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ വദൂദ് എന്ന് അള്ളാഹു അൽ വദൂദ് ആകുന്ന എപ്പോഴാണ്? സ്നേഹമുള്ളവനാണ്. നമ്മൾ സാധാരണ ഈ അള്ളാഹുവിൻ്റെ വാക്ക്, അള്ളാഹുവിൻ്റെ ആസ്മാൽ ഹുസ്നയിൽപ്പെട്ട അൽ വദൂദ് നമ്മൾ പ്രകടിപ്പിക്കണം, കൂടുതൽ പറയണം. കാരണം ഇത് ഏറ്റെടുത്ത് നടക്കുന്ന ക്രിസ്ത്യാനികളാണ്. ഗോഡ് ഇസ് ലവ്, ഗോഡ് ഇസ് ലവ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അൽ വദൂദ് എന്താണ്? സ്നേഹം പ്രകടിപ്പിക്കുന്നവനാണ്, സ്നേഹിക്കുന്നവനാണ്. അപ്പോൾ യുവാദ്ദൂന എന്നത് ആ വദൂദിൽ വുദ്ദിൽ നിന്ന് വന്നത്. അതായത് യുവാദ്ദൂന മൻ ഹാദ്ദ അല്ലാഹു വറസൂല, അള്ളാഹുവിനോടും റസൂലിനോടും അവൻ്റെ റസൂലിനോടും പിന്നെ എന്താണ് എതിർപ്പ് പ്രകടിപ്പിക്കുന്നവർ, വിരോധിക്കുന്നവരോട് ഉദ് കാണിക്കുന്നത് എന്നത് വിശ്വാസികളുടെ കാര്യത്തിൽ അത് ചേർന്നതേ അല്ല. വലൗഖാനു ആബാഅഹും, അവരാ ആണെങ്കിലും ശരി. അള്ളാഹുവിനെ എതിർത്തവർ, റസൂലിനെ എതിർത്തവർ അത് ആബ ആണെങ്കിലും ശരി. ആബ ആണെങ്കിലും ശരി എന്നാൽ പിതാക്കളാണെങ്കിലും ശരി. എല്ലാവരും പറയുന്നത് എന്താണ്? ഞങ്ങളുടെ പൂർവികന്മാരുടെ മതമാണെന്നല്ലേ. ആ മതക്കാരാണെങ്കിലും ശരി. അബ്നാഅഹും, മക്കളാണെങ്കിലും ശരി. അള്ളാഹു റസൂലിനെ എതിർത്തവർ മക്കളാണെങ്കിലും ശരി. ഇഖ്വാനഹും, അവരുടെ സഹോദരനാണെങ്കിലും സഹോദരിമാരാണെങ്കിലും ശരി. അശീറത്തഹും, ഉറ്റവരാണെങ്കിലും ശരി, കുടുംബത്തിൽപ്പെട്ട ഉറ്റവരാണെങ്കിലും ശരി. ഉലായിക, അവരെ കാര്യത്തിൽ എന്താക്കാൻ പറ്റൂല, ഒരിക്കലും ഉദ് പ്രകടിപ്പിക്കുക എന്നത് വിശ്വാസികളുടെ കാര്യത്തിൽ ചേർന്നതേ അല്ല. അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, അവർ ആഖിറത്തിൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ. എന്നിട്ട് അള്ളാഹു പറയാണ് ഉലായിക, ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാത്തവരുണ്ടല്ലോ. കതബ ഫീ ഖുലൂബിഹിൽ ഈമാൻ, കതബ ഫീ ഖുലൂബിഹിൽ ഈമാൻ, വലൈക്കും സലാം. അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ കൊത്തിവെച്ചു, എഴുതി വെച്ചു. എന്താണ് എന്ത് വെച്ചു? ഈമാൻ എഴുതി വെച്ചു. വഅയ്യദഹും ബിറൂഹിൻ മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള ആ റൂഹിനെ കൊണ്ട്, റൂഹുൽ ഖുദ്സാണ്, റൂഹുൽ ഖുദ്സ് കൊണ്ട് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തിപ്പെടുത്തുകയും ചെയ്യും. വയുദ്ഖിലുഹും, എന്തൊക്കെയാണ് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പ്രൊവിഷൻസ്, എന്തൊക്കെയാണ് അനുഗ്രഹങ്ങൾ? ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്യും? ഈമാൻ എഴുതി വെക്കും. രണ്ട്, അള്ളാഹു റൂഹുൽ ഖുദ്സിൽ കൊണ്ട് അവരെ ശക്തിപ്പെടുത്തും. മൂന്ന്, യുദ്ഖിലുഹുമുൽ ജന്ന ജന്നാത്തിൻ തജ്രി, അള്ളാഹു അവരെ പ്രവേശിപ്പിക്കും. എന്തിലേക്ക് പ്രവേശിക്കും? ജന്നാത്തുകളിലേക്ക്, സ്വർഗങ്ങളിലേക്ക്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിൻ്റെ താഴ്ഭാഗങ്ങളിൽ എന്തൊഴുകുന്നു? അൻഹാറുകൾ ഒഴുകുന്നു, നദികൾ ഒഴുകുന്നു. ഖാലിദീന ഫീഹ, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അവരെ പ്രവേശിപ്പിക്കുക മാത്രമല്ല, ഖാലിദീന ഫീഹ, അള്ളാഹു അവരെ ശാശ്വതന്മാരാക്കും അതിൽ, ആ സ്വർഗത്തിൽ. റളിയല്ലാഹു, എത്ര ബെനിഫിറ്റാണ് അള്ളാഹു ഇതിൽ കാണിക്കുന്നത്. എന്താണ് അവർ സ്വന്തക്കാരെ ഒഴിവാക്കി അള്ളാഹുവിനെ എതിർത്തത് കൊണ്ട്, റസൂലിനെ എതിർത്തത് കൊണ്ട്. അതുകൊണ്ട് അള്ളാഹു കൊടുക്കുന്ന ഒരുപാട് നേട്ടങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്താണ്? റളിയല്ലാഹു അൻഹും, അള്ളാഹുവിൻ്റെ റിള അവർക്ക് കരസ്ഥമാകും, അള്ളാഹുവിൻ്റെ സംതൃപ്തി അവർക്കുണ്ടാകും. വറദു അൻഹു, ഇവരുടെ മനസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംതൃപ്തി ഇടും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ. സുബ്ഹാനല്ലാഹ്, തീർന്നില്ല. ഉലൈക ഹിസ്ബുല്ലാഹ്, ഏതോ ഒരുത്തൻ ഹിസ്ബുല്ലാ എന്ന് വെച്ച് നടക്കുന്നവനല്ല. ഹിസ്ബുല്ലാ, യഥാർത്ഥ ഹിസ്ബുല്ലാ ഇവരാണ്. അവർ ഹിസ്ബുല്ലാത്താണ്, ലാത്തയുടെ ഹിസ്ബാണ് അവർ. ഹിസ്ബുല്ലാ കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത് ഇവരാണ്. എന്താണ് ഈ പറഞ്ഞ ഈ സൂറത്തുൽ മുജാദലയിലെ 22 ആയത്തിൽ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും എല്ലാ കാറ്റഗറിയും ഉള്ളവർക്ക് മാത്രമേ പേരുള്ളൂ ഹിസ്ബുല്ലാ എന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞത്, അല, അറിയുക, ഇന്ന ഹിസ്ബല്ലാ, തീർച്ചയായും അള്ളാഹുവിൻ്റെ ഹിസ്ബാണ്, അള്ളാഹുവിൻ്റെ കക്ഷിക്കാണ്, ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നവർ. സഹോദരങ്ങളെ, നമ്മുടെ ഇനിയും വിശദീകരിക്കാണ്ട് ഈ വിഷയത്തിൽ. ഇൻഷാ അല്ലാഹു തആല ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും നിങ്ങളത് അവസാന സാലിസത്തൊന്ന് വായിക്കേ. അസാലിസത്തു അന്ന മൻ അതാഅ റസൂല, അർത്ഥം മനസ്സിലാവോ? എന്തെന്നാൽ വല്ലവനും അള്ളാഹു റസൂലിനെ അനുസരിച്ചാൽ, അള്ളാഹുവിനെ ഏകനാക്കുകയും ചെയ്താൽ, ലാ യജൂസു ലഹു, അവൻ്റെ കാര്യത്തിൽ എന്തല്ല, അനുവദനീയമല്ല, മുവാലാതു മൻ ഹാദ്ദല്ലാഹു റസൂല, അള്ളാഹുവിനെ ഹാദ് ചെയ്ത, അള്ളാഹുവിനെ എതിർത്ത, അള്ളാഹുവിനെ നിഷേധിച്ച, അള്ളാഹുവിനെ തള്ളിക്കളഞ്ഞ, അള്ളാഹുവിനോട് യുദ്ധം ചെയ്ത, അങ്ങനെ ഒരുപാട് അർത്ഥം. അവനോട് മുവാലാത്ത് കാണിക്കാൻ പാടില്ല, വലിയാക്കാൻ പാടില്ല, ഉറ്റമിത്രമാക്കാൻ പാടില്ല.
വലൗ കാന അഖ്റബ ഖരീബിൻ, റസൂലിനെയും എതിർത്തവൻ, അവൻ ആരാണെങ്കിലും ശരി. അപ്പൊ ഈ പറയുന്ന വാക്കുകൾക്ക് തെളിവുണ്ടോ? ഈ വെറുതെ പറയാണോ? അതിനുള്ള തെളിവാണ് സൂറത്തുൽ മുജാദലയിലെ ആയത്ത്. വദ്ദലീലു ഖൗലുഹു തആല, എന്നിട്ട് സൂറത്തുൽ മുജാദലയിലെ ആയത്ത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് തആല അൽ വലാ ഉൽ ബറാ ആയിരിക്കും നമ്മുടെ അടുത്ത ചർച്ച. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അൽ വലാ വൽ ബറാ. അതിനുള്ള തെളിവാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ തൗഹീദുള്ളവർ എന്ത് വേണം? തൗഹീദുള്ളവർ, റസൂൽ സുന്നത്തുള്ളവർ എന്ത് വേണം, എങ്ങനെ വേണം എന്നതായിരിക്കും ഇൻഷാ അല്ലാഹ് തആല നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് പറയാൻ ഈ നമ്മുടെ ക്ലാസ്സിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നുകൂടി ചേർക്കാവും ഇൻഷാ അല്ലാഹ്. റബ്ബ് തൗഫീഖ് തരട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അതാണ് നമ്മുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ പാപങ്ങളെ വിട്ടുകൊടുത്ത് മാഫാകുമാകട്ടെ. ഈ ഒരു പ്രവർത്തനത്തെ അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാണ്. റബ്ബ് നമ്മെ എല്ലാവരെയും അംബിയാ മുർസലിങ്ങളുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹുകളുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. ശരി.